നമ്മളിതേ മൂന്നാമത്തെ പേര് ബിരിയാണി അടിക്കുവാണേ. ഫോട്ടോ എടുക്കാൻ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്ന ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതാണ് ഒരു ഷിപ്പിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഷിപ്പിനകത്ത് ഹോട്ടലൊക്കെ വെച്ചിട്ടുള്ള ഒരു സെറ്റപ്പാണ്. നമ്മൾ റൂമിലേക്ക് പോയി അവിടെയൊക്കെ ഫുള്ള് ചുറ്റി നോക്കി. ഇപ്പോൾ നമ്മളിതാ ഷിപ്പ് കറങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്, ഞാനും എൻ്റെ അനിയത്തിയും കൂടെ. പേരെന്താ? അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് വ്ളോഗ് കൂടിയാണ്. സോ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് സ്റ്റെപ്പിൽ കയറി പോയാലോ? പോവാം നമുക്ക്. അപ്പോൾ ഗൈസ്, ലിഫ്റ്റ് കുറേ നേരം എടുക്കുന്നു വരാനായിട്ട്. നമ്മളിപ്പോൾ സ്റ്റെപ്പിൽ കയറി പോകാൻ പോവില്ല. ശരിക്കും പറഞ്ഞ ഇവിടെ ആരും ഇതെന്തുവാ? എന്തോടി സാധനം? ഇതെന്തോ പോലെ. അപ്പോൾ നമ്മളിതാ ഇവിടെ വന്നിരിക്കുന്നു. കുറേ പുസ്തകങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എന്തോ ഇതൊരു വെയിറ്റിംഗ് ഏരിയ എന്ന് തോന്നുന്നു. ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതാ ഇവിടെ കുറേ ഷിപ്പ്, ഞങ്ങളിപ്പോൾ കണ്ട ഒരു സാധനമായിരുന്നു. ഈ കുറേ ഗ്ലാസ് കേസിലേക്ക് ഷിപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മൾ ഇതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ അടുത്ത സ്ഥലത്തിലേക്ക് പോകാം. നമ്മളിതാ ഇങ്ങനെ ഷിപ്പ് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത്. ഇവിടെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇവിടെ ഒരു വലിയ എന്താ പറയുക, ഒരു ബ്രേക്ക്ഫാസ്റ്റ് റൂം പോലെയാണ്. നോക്കേ, അപ്പോൾ ഇവിടെ ഒരു പിയാനോ ഒക്കെ വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ പിയാനോ ആണെന്ന് അറിഞ്ഞൂടെ. ഒറിജിനൽ ആടി ദൈവം. അപ്പോൾ ഇത് ഒരു ഒറിജിനൽ പിയാനോ. നമുക്ക് ഇത് ശരിക്കും പറഞ്ഞ് ടച്ച് ചെയ്യാൻ പാടില്ല. ഇറ്റ്സ് എ പീസ് ഓഫ് അവർ ഹിസ്റ്ററി. ദ പിയാനോ ഇസ് വിൻറ്റേജ്. പ്ലീസ് ഡു നോട്ട് ടച്ച് ഓർ പ്ലേ ദ പിയാനോ. നമ്മളിപ്പോൾ ഇതാ ഫുള്ള് പ്ലേ ചെയ്ത് വന്നിരിക്കുന്നു. അപ്പോൾ ഗൈസ്, ഇത് ശരിക്കും പറഞ്ഞ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റൂം പോലെ. എന്താ പറയുക, ഇപ്പോൾ ഇതാ ഇവിടുത്തെ വ്യൂ ഉണ്ടോ? ഇതാണ് നമ്മുടെ സിറ്റി വ്യൂ. എന്നിട്ട് എനിക്ക് തോന്നുന്നു അപ്പുറത്തെ സൈഡായിരിക്കും മറ്റേ സീൻ്റെ വ്യൂ. നമുക്കിപ്പോൾ അത് പോയി കാണാം. ഇപ്പോൾ ഇതാണ് ക്വീൻ എലിസബത്ത് ആണെന്ന് തോന്നുന്നു. ഇതാണ് ക്വീൻ എലിസബത്ത് ആണോ? ഇപ്പോൾ ഇവിടെ കുറേ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തോ എഴുതിയിരിക്കുന്നത് 94 നിന്ന് ഇതായി കാണുന്നത്. അപ്പോൾ ഇത് ഈ ഷിപ്പിൻ്റെ ഒരു പഴയ വേർഷനാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ എന്തോ എഴുതിയിരിക്കുന്നത്. നമുക്കിനി സീൻ്റെ വ്യൂ നോക്കിയാലോ? അപ്പോൾ ഇതാണത് നമ്മൾ ശരിക്കും പറഞ്ഞിരിക്കുന്ന ഒരു കപ്പൽ. നമ്മളിപ്പോൾ ഇരിക്കുന്ന കപ്പലാണിത്, ഈ കാണുന്നത്. അപ്പോൾ ഗൈസ്, വലിയ കപ്പലാണ്. നമ്മൾ ഫുള്ള് ചുറ്റിക്കരിങ്ങത്തേക്ക് സമയം പോകുന്ന അറിയൂല. വാ, നമുക്ക് പോയി നോക്കാമല്ലോ. നമ്മളിപ്പോൾ ഇതേ സീൻ്റെ വ്യൂ വന്നു. ജസ്റ്റ് ലുക്ക് അറ്റ് ഹൗ ബ്യൂട്ടിഫുൾ ദിസ് ഈസ്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞ സീൻ്റെ വ്യൂ. ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നതൊക്കെ മൊത്തം കൺസ്ട്രക്ഷൻ ഏരിയ ഉണ്ടോ? ഇതാണ് ശരിക്കും പറഞ്ഞ മറ്റേ സീൻ്റെ വ്യൂ. ദിസ് ഈസ് സോ ബ്യൂട്ടിഫുൾ അല്ലേ ജിനു? ആ യെസ്. ഇത് ശരിക്കും പറഞ്ഞ സെയിം ഏരിയ തന്നെ, പക്ഷേ ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് മിന്നുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു 4-5 മണിയായി കാണും. ഇവിടെ ഡു നോട്ട് എൻറ്റർ. ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഈ ഫ്ലോർ ഇതാ ഫുള്ള് ചുറ്റിക്കറങ്ങിയിരിക്കും. നമുക്ക് തന്നെ അടുത്ത ഫ്ലോറിലേക്ക് പോവാം. നമ്മൾ അടുത്ത ഫ്ലോറിലേക്ക് വന്നിരിക്കുന്നു. നമുക്ക് ആ സൈഡിൽ പോവാം. ഫ്രണ്ടിൽ നടക്കൂ. അപ്പോൾ ഇതെന്തുവാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് അവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ട്. ചെരിപ്പൂരിട്ട് പോയിക്കോ. ഞാൻ എന്തിനാ വരുന്നത്? അപ്പോൾ ഗൈസ്, ഇവിടെ ഒരു പ്ലേ ഏരിയ കൂടെ ഉണ്ട്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ ചിന്നുവിനെ കൊതിയാവുന്നു കയറി കളിക്കണമെന്ന് പറഞ്ഞിട്ട്. കൊള്ളാവോ ചിന്നു? ചിന്നു കാണുന്നില്ല നിന്നെ.
ശരിക്കും പറഞ്ഞ ആളിത് കണ്ടപ്പോ തന്നെ തുടങ്ങി. കണ്ടപ്പോ തന്നെ ചെരിപ്പൂരിട്ട് അങ്ങോട്ട് കേറി കളിക്കാൻ. വാ, ഇനി ചുറ്റിക്കറങ്ങണ്ടേ വേറെ സ്ഥലമൊക്കെ. ശരിയാ, വേഗം ഇറങ്ങ്. ഇപ്പതാ ഇവിടെ കൊറേയൊക്കെ ഉണ്ട്. ഇത് ശരിക്കും എന്തുവാ പറയണ്ടെന്ന് അറിയില്ല. ഇവിടെ ഒരു കസിനോ, ഒരു ഫുൾ കസിനോ തന്നെ ഉണ്ട്. നമുക്കത് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. അതാണ് നമ്മുടെ കസിനോ. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇതിന് പൈസ ഇടണം. ദിസ് മെഷീൻ എക്സെപ്റ്റ് 1.5. ഇത് ഡോളർ ആണല്ലോ. ഇത് ഡോളറാണ്. ഇറ്റ്സ് നോട്ട് ദിർഹം, ഇറ്റ്സ് ഡോളേഴ്സ്. അപ്പോൾ ഇത് ഫുള്ള് കാസിനോ ആണ് ഗൈസ്. ഞാൻ ഇതുവരെ ഒറിജിനലായിട്ട് ഒരു കാസിനോ കണ്ടിട്ടേ ഇല്ല. ശരിക്കും പറഞ്ഞ ഇതൊരു എന്താ പറയാ, പക്ഷെ ഇത് കളിക്കണമെന്നുണ്ട്. പക്ഷെ ഇത് ഫുൾ ലക്കാണ്, ലക്ക് വേസ്റ്റ് കളിയാണിത്. പക്ഷെ ഇത് ശരിക്കും വർക്കാവോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആരും കളിക്കുന്നതായിട്ടില്ല, ഫുള്ള് എം ടി ആയിട്ടിരിക്കുക. കാരണം ഇത് മോർണിംഗ് ടൈമില്ലേ, ആരും ഒന്നും അങ്ങനെ കാണൂല. നമുക്ക് വൈകുന്നേരം വന്ന് വീണ്ടും നോക്കാം ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടോ ഇല്ലയോ. പിന്നെ കുറേ ആർട്ട് വർക്ക്സ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ കുറേ ആർട്ട് എക്സിബിഷനൊക്കെ ഉണ്ട്. കുറേ ആർട്ട് വർക്ക്സ് ഒക്കെ ഉണ്ട് ഇവിടെ. കണ്ടോ, ഈ വ്യൂ കൂടി എൻജോയ് ചെയ്ത് നമുക്കിത് ഫുള്ള് ചുറ്റിക്കറങ്ങാം. ഇതെന്തുവാ, ഇതൊരു മിക്സ് മീഡിയ ആർട്ട് വർക്കാണ്. കുറേ ഉണ്ട് ശരിക്കും പറഞ്ഞ. നമുക്കിനി അവിടെ പോയി നോക്കാം എന്തുള്ളന്ന്. ഇതെന്തോ ഹൊറർ മൂവിയിലുള്ള പോലെ ഉണ്ടല്ലോ ജിനു. ആരുമില്ല. നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. കണ്ടോ, കുറേ ആട്ടുമൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതെന്തുവാ, മറ്റേ ഒരു കാഫേ പോലത്തെ ഒരു വൈബാണ്. ശരിക്കും പറഞ്ഞാൽ കാഫേയാന്ന് തോന്നുന്നത്. കാഫേ ആയിരിക്കും. പക്ഷെ ഇവിടെ ആരുമില്ല. അതും വൈകുന്നേരം 5 മണിയൊക്കെ ആയിട്ട്. ചിലപ്പോൾ വൈകുന്നേരം രാത്രിയൊക്കെ ആകുമ്പോഴേ കാണൂല. ഇനി അവിടെ വേറൊരു എൻട്രൻസ് ഉണ്ട്, നമുക്ക് അവിടെ കൂടി ചുറ്റിക്കറങ്ങണം. അപ്പോൾ ഇതാ ഇവിടെ കുറേ ആർട്ട് വർക്ക്സ് ഉണ്ട്. ഇതൊക്കെ എനിക്കറിയില്ല ആരാ ചെയ്യുന്നത്, എനിക്ക് അറിഞ്ഞില്ല. പക്ഷെ കുറേ എണ്ണം ഉണ്ട്. എന്തുവാ, വേണ്ട ഇങ്ങോട്ടാ. ഷാഡോ എന്തുവാന്ന് എനിക്കറിഞ്ഞൂടെ. അകത്ത് കയറാൻ പറ്റുമോ? വേണ്ട, എന്നാ വാ. ഇത് ഫ്രൈഡേ ടു സൺഡേ 1 PM to 11 PM വരെയുള്ളൂ. ഇപ്പം 5 മണി വരെ ആയാലും നമുക്ക് പോകാൻ പറ്റൂല ഗൈസ്. നമ്മൾ തിരിച്ച് പോവേണ്ടി വരും. നമ്മളിതായി ഫുൾ ഫ്ലോർ ചുറ്റിക്കറങ്ങി. നമുക്കിനി അടുത്ത ഫ്ലോറിലേക്ക് പോകാം. ഇനി അവിടെ എന്തുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത് അഥവാ നമ്മൾ മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്ത് നോക്കാം. ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ചുമ്മാ ചുറ്റിക്കറങ്ങാൻ പറ്റുള്ളൂ. സോ നമ്മൾ അടുത്ത ഫ്ലോറിൽ പോയിട്ട് കാണിച്ചത് അവിടെ എന്തോ. മേലോട്ടൊന്നും ഇല്ല, നമ്മൾ തിരിച്ച് താഴേക്ക് പോകാം. ഇനി അവിടെയും കുറേ എന്തോ നോക്കാം കാണാൻ. അപ്പോൾ ഗൈസ് നമ്മളത് ഏറ്റവും മുകളിലത്തെ ഡെക്കിൽ വന്നപ്പോൾ ഇതാ കണ്ട ഒരു സാധനമായിരുന്നു ഇത്. ഇവിടെ കുറേ ടൈം ലൈൻസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിതൊന്നും വായിച്ചിട്ടില്ല, പക്ഷേ ഞാനിത് കാണിക്കുക. ഇത് ലോഞ്ചിങ് ഇതെല്ലാം ഈ ഷിപ്പിൻ്റെ ടൈം ലൈനായിരുന്നു. എവിടെയൊക്കെ പോയി എവിടെയൊക്കെ കറങ്ങി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൈം ലൈന്. നമ്മൾ ഏറ്റവും മുകളിലത്തെ ഡെക്കിലാണ് ഇത് കാണുന്നത്. കണ്ടോ, ശരിക്കും പറഞ്ഞാൽ കുറേ ഉണ്ട്. ഇതിപ്പോൾ ഇവിടെയും കുറേ ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ഈ പടമൊക്കെ ശരിക്കും കാണുന്നുണ്ടെന്ന്. പക്ഷെ ഇത് അതിൻ്റെ ഒരു ബേസ്ഡുള്ള ടൈം വേണം. ഇപ്പോൾ ആണ് ഇത് ഫൈനലായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ദുബായിൽ. കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇതാണ് പിക്ചർ ഫൈനൽ വേൾഡ് ക്ലൂസ് ഇൻ ദുബായ്. മേലോട്ടൊന്നും ഇല്ല, നമ്മൾ തിരിച്ച് താഴേക്ക് പോകാം. ഇനി അവിടെയും കുറേ എന്തോ നോക്കാം കാണാൻ. അപ്പോൾ ഗൈസ് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും നടന്നേ. അപ്പോൾ കണ്ടതാണ് ഇതൊരു റോയൽ ഗാലറി, എ ജേർണി ത്രൂ ഐക്കോണിക് വിസിറ്റ്സ്. അപ്പോൾ ഇത് ഓരോരുത്തരായിട്ട് വിസിറ്റ് ചെയ്ത് പറ്റിയ ഒരു ഗാലറിയാണ്. ഇവിടെ കാണാം, നമുക്ക് ക്വീൻ എലിസബത്തിനെ കാണാം. കുറേ ഏൻഷ്യൻറ്റ് ഹിസ്റ്റോറിയൻസ് ഒക്കെ ഉണ്ട്.
ഇത് അങ്ങനെ നീണ്ടു നീണ്ടു പോകും. ഇപ്പോൾ ഈ പ്രിൻസസ് ഡയാന ഉണ്ട്. ഇത് അങ്ങ് വരെ നീണ്ടു പോകുന്നുണ്ട്. അത്രയ്ക്കും ഹിസ്റ്ററി ഉണ്ട് ഈ ഷിപ്പിൻ്റെ അകത്ത്. ഇതാണ്ടാ ജിനു, കാണുന്നുണ്ടോ നീ? ആ, ഇത് ക്വീൻ എലിസബത്ത് II. ഇതാ തീർന്നു. എന്തുള്ള ഇതും ഒരു മിനി ബാറാ. വാ, അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ ഒരു മിറർ ഉണ്ട്. നമുക്കിനി വേറെ എവിടെയെങ്കിലും പോവാം. ഇതും എന്താ ലോക്ക്ഡാണോ? ഇതും ലോക്ക്ഡാ. പക്ഷെ ഇതെന്തോ ഒരു ഫീലിംഗ് പോലെ, ആരും ഇല്ലാത്തതുകൊണ്ട് ഒരു ക്രീപ്പി ആയിട്ടുള്ള ഒരു ഫീലിങ്ങാ. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഉള്ളതായിട്ടുകൊണ്ടായിരിക്കും. ഇതെന്തുവാ? ചുമ്മാ എന്തായാലും നോക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ച് താഴേക്ക് പോയിട്ട് മറ്റു കാര്യങ്ങൾ നോക്കാം. ഇവിടെ എന്തോ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ. ഇതെന്തുവാ? ഇത് മേലോട്ട് ഇനി എന്തുണ്ട്? ലെറ്റ്സ് ഗോ. ഗൈസ് നമ്മൾ ഇവിടുന്നോ കിട്ടിയൊരു സ്റ്റെപ്പായി വീണ്ടും മേലെ പോയി നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്ന്. കാരണം ഇവിടെ ഇഫ് യു ആർ അലൗഡ് ടു ബി ഹിയർ. ബട്ട് ദെൻ ഇതും റൂംസാന്ന് തോന്നുന്നു. ഇതും റൂമൊക്കെയാന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം ഇനി പോയി. ആണോ? ഓക്കെ, ഞാൻ അങ്ങോട്ട് നോക്കാം. ഇതെങ്ങോട്ടാ പോകുന്നത്? ഇതെന്തോ ലൈബ്രറി ആണോ? ഗൈസ് നമ്മളിത് എങ്ങനെയോ ചുറ്റി ചുറ്റി ഇപ്പോൾ ഒരു ലൈബ്രറിയിൽ തന്നെ വന്നിരിക്കുന്നത്. കുറേ സീറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. വ്യൂ എവിടത്തെയാണെന്ന് അറിഞ്ഞൂടാ. യാ, സീ വ്യൂ കണ്ടോ ഗൈസ്? ഇതാണ് ഞങ്ങളുടെ ഫുൾ വ്യൂ. അപ്പം നമുക്കിനി തിരിച്ച് എങ്ങോട്ടേനും പോവാം. ശരിക്കും പറഞ്ഞാൽ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴി നമുക്ക് അറിഞ്ഞൂടാ. നമുക്ക് ലിഫ്റ്റിൽ കൂടെ പോയാൽ മതി. ലിഫ്റ്റിൽ പോവാം. ഇങ്ങനെയുണ്ട് കപ്പൽ ചിന്നു. കാല് വേദനിക്കുന്ന നമ്മളിനി പാതി പോലും ചുറ്റിക്കറങ്ങിയിട്ടില്ല. ഇനി കൊറേ ഉണ്ട് കാണാൻ. ഗൈസ്, ചിന്നുവിന്റെ ഭയങ്കര മടുത്തെന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് റൂമിൽ പോയിട്ട് ഫ്രഷപ്പ് ആയിട്ട് വീണ്ടും കറങ്ങാൻ വരാം. അതാ തിരിച്ച് റൂമിലോട്ട് പോവാം. ഈ റൂമിലോട്ട് പോകണമെങ്കിൽ എനിക്ക് ഒന്ന് ഒരു ഇത് കൂടി ഇറങ്ങണമെന്നാ. തുറക്ക്. ആ തുറക്ക. അതാ റൂമിൽ വന്നിരിക്കുന്ന ഇതാണ് എൻ്റെ അമ്മ. ഇത് ഞങ്ങളുടെ രാജീവേന്തി റൂമ്. ചെറുതാ, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ഞങ്ങൾക്ക് ഈ സിറ്റി വ്യൂ കിട്ടി. അപ്പോൾ ഇനി വേറൊരു റൂം കൊണ്ടുണ്ട്, നമുക്ക് അതുകൂടി നോക്കാം. ഇപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ കിടക്കുന്ന റൂം. അപ്പോൾ ഇത് കണ്ടോ, ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് ഈ റൂം വളരെ ഇഷ്ടപ്പെട്ടു. ഇത് ബാത്റൂമാ. എന്താ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. ഇനി ഫ്രഷപ്പ് ആയിട്ട് പിന്നെ അടുത്ത് കറങ്ങാൻ പോവാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ അനീഷങ്ങള്. വാ, എത്തുവാ. ഇതാരിത്? ഒരു ഹലോ പറഞ്ഞ യൂട്യൂബ് ചാനൽ. ഇനി ഫ്രഷപ്പ് ആയിട്ട് പിന്നെ അടുത്ത് കറങ്ങാൻ പോവാം. പേടി മാറിയെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ ആഴം എന്റെ ചിന്നു സ്വിമ്മിങ് ചെയ്യാൻ പോണേ. വ്ളോഗാ. നല്ല ദൂരം ഇതുണ്ടോ? സ്റ്റാർട്ട്. ആ പറ പറ. ഹായ് ഗൈസ്, എടാ നീ സ്വിം ചെയ്യാൻ പോന്നടാ?
ദേ ഞങ്ങളുടെ കൃഷ്ണ വന്ന് കൃഷ്ണൻ അച്ഛന്റെ കൈ പറിച്ചെടുത്ത് ദേഷ്യമൻ കളിയാക്കിയതാണ്. ഞാന് കളിയാക്കി. അയ്യേ ഗൈസ് നമ്മളിതാ സ്വിമ്മിങ് ചെയ്യാൻ പോകുന്നു. ദൈവം ഇതാണാ ജിം. അമ്മ പോയി ജിം ചെയ്യുന്നില്ലേ? ഗൈസ് നമ്മളുടെ സ്വിമ്മിങ് പൂൾ ഇതാ കണ്ടോ. ചിന്നു ചിന്നു സ്വിമ്മ് ഇറങ്ങിക്കോ. അമ്മ വീഡിയോ എടുക്കും. അപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആയി സ്വിമ്മിങ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഇപ്പോൾ റൂമിലേക്ക് പോയി ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ തിരിച്ചിങ്ങോട്ട് വരാം. കാരണം ഇവിടെ ഒരു ജിം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ പോയി ചേഞ്ച് ചെയ്തിട്ട് തിരിച്ച് വന്നിട്ട് ജിമ്മിലേക്ക് പോയി അവിടെ നിന്ന് കറങ്ങിയിട്ട് പിന്നെ തിരിച്ച് വരാം. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. നമ്മൾ ലിഫ്റ്റിലാണ്. ഇനി പോയിട്ട് ചേഞ്ച് ചെയ്ത് നമുക്ക് തിരിച്ച് വരാം. എന്നിട്ട് ജിമ്മിനുള്ള കാര്യങ്ങൾ നോക്കാം. ക്വിക്കായിട്ട് ചേഞ്ച് ചെയ്ത് വന്നിട്ട് നമുക്ക് അടുത്ത കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഗൈസ് ഇതാ നമ്മൾ ചേഞ്ച് ചെയ്തു, പുതിയ ഉടുപ്പൊക്കെ ഇട്ടു. നമുക്ക് തിരിച്ചങ്ങോട്ട് പോകണം. പക്ഷെ ഞാൻ വഴി ശരിക്കും മറന്നുപോയി. നമുക്ക് എങ്ങോട്ട് പോകണ്ടെന്ന് കണ്ടുപിടിക്കണം. ആ ലിഫ്റ്റിൻ്റെ സ്ഥലം എനിക്ക് തോന്നുന്നു ഇവിടെയാണോ? അല്ല ഇവിടെയല്ല, എനിക്ക് കുറച്ച് അങ്ങോട്ട് പോകാം. ഗൈസ് ലിഫ്റ്റ് കുറേ നേരം എടുക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മളിതാ സ്റ്റെപ്സിൽ കൂടെ കയറി പോവുകയാണ് അങ്ങനെ. സോ ഞാൻ അവിടെ എത്തിയിട്ട് പിന്നെ കാണിക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ 6 മണിയായി. നമുക്ക് ഇവിടെ പോകണ്ടേ 7th ഡേക്ക് പോകണം. അവിടെയാണ് ജിമ്മും സ്വിമ്മിങ് പൂളൊക്കെ ഉള്ളത്. നമുക്കിനി അങ്ങോട്ട് പോകാം. നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നു ജിമ്മ് ചെയ്യാനായിട്ട്. നമുക്ക് പോയി നോക്കാം അവിടെ എന്ത് നടക്കുന്നു, എന്തൊക്കെ ഞാൻ പെടാൻ പോകുന്നു നമുക്ക് നോക്കാം. കാല് പുഷ്, കാല് വലിക്കരുത്. 6:30 ചെയ്തോ ചെയ്തോ ചെയ്തോ. നീയല്ലേ ദേ ഇപ്പുറത്തെ ഒരാളെ എൻജോയ് ചെയ്യടാ. എൻജോയ് ചെയ്യാം. ദേ നാളെ ക്യാമറ കണ്ടാന്ന്. ഇത് യൂട്യൂബിൽ എല്ലാരും കാണും. ഇഷ്ടപ്പെട്ടാ? നമ്മൾ ജിം അടിച്ചിട്ട് തിരിച്ച് വരുന്നു. ലിഫ്റ്റ് വരുന്നില്ല. അത് കാരണം നമ്മൾ ചപ്പിക്കൂടെ നാണം. എല്ലാവർക്കും ഭയങ്കര നാണം ക്യാമറേൻ്റെ ഫ്രണ്ടിൽ വരാൻ. നമ്മളിന്ന് റൂമിൽ പോകും. ഞാൻ ജിം ചെയ്യുന്നതായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം നമ്മളങ്ങനെ ചെയ്ത് പോയി വീഡിയോ എടുക്കാൻ സമയം കിട്ടില്ല. പിന്നെ നമ്മൾ റൂമിലേക്ക് പോവുക. ജസ്റ്റ് വീണ്ടും ഫ്രഷപ്പായിട്ട് നമുക്കിനി ഫുഡ് കഴിക്കാൻ പോകാം. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാം. ഹലോ പറഞ്ഞു. ഹായ്. ഇതിലേക്ക് നേരത്തെ ഹായ് പറഞ്ഞു. നമ്മളിതാ ഫുഡ് കഴിക്കാൻ പോകുന്നു. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളുടെ ബുഫയിലേക്കുള്ള വഴി. നമ്മൾ ഇച്ചിരി കൂടി നടക്കാനുണ്ട്. നമ്മളൊന്ന് അടിച്ചിട്ട് ഒരു ഡോറ് കണ്ടില്ലേ? ഇന്ന് രാവിലെ ഇവിടെ കറങ്ങാൻ വന്നപ്പോൾ അതേ സ്ഥലം തന്നെ, അതേ സീ വ്യൂ. നമുക്കിനി അവിടെ പോയി നോക്കാം എന്തൊക്കെയുള്ളതെന്ന്.
അച്ഛാ ഫുഡ് അവരെല്ലാം അവിടെ കഴിച്ചോണ്ടിരിക്കുക. അവിടെ പോയി നോക്കാം. നിങ്ങള് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ ഇട്ടില്ല. ഹലോ, സലാഡ് കഴിച്ചിട്ട് ഇവിടെ ഫുള്ള് ഡയറ്റാ. ദേ ഇവിടെ അടുത്ത ആൾക്കാർ ഇവിടെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്ന. നമസ്കാരം. കഴിച്ചു തീർന്നു അല്ലേ അമ്മു? എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? കൊള്ളായിരുന്നോ? അവിടെ പോയി ചോദിക്കാം. കൊള്ളായിരുന്നോ ഫുഡ്? കൊള്ളായിരുന്നോ? സൂപ്പും കുറെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ എന്തിനാണ് അറിഞ്ഞൂടാ. പക്ഷെ ഇവിടെ സമോസയൊക്കെ വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ സോസും ഇതെല്ലാം ഉണ്ട്. ഇവിടെ സ്പ്രിംഗ് റോളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ തീർന്നു തോന്നും. അവിടെ എന്തൊക്കെ ഒരു സംഭവം. ഇവിടെ കുറെ സലാഡും സാധനങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. സലാഡും സോസും ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ബ്രെഡും അതൊക്കെ. ഇവിടെ ചോറുണ്ട്. ഇവിടെ എന്തോ വെജിറ്റബിൾ കറി. അതെന്തുവാ? മീൻ കറി. ഇത് ബീഫാണ്. ഫിഷ്. പിന്നെ ഇതാ എന്തോ കറിയൊക്കെ ഉണ്ട്. പാസ്ത. ഇവിടെ പപ്പടം. ശരിക്കും പറഞ്ഞ ഇത്രയൊക്കെ ഉള്ളു. ഇവിടെ വെളിയിലാ പോന്നെ. ഞാൻ ഇത് കണ്ടില്ലേ. ഇങ്ങോട്ട് വാ ചിരി, ഇങ്ങോട്ട് വാ. വാ ഇങ്ങോട്ട് വാ. വാ വാ. ഗൈസ് വാ വാ വാ. വേഗം വാ. നമുക്ക് വെളിയിൽ പോവാം. ഗൈസ് വെളിയിലുള്ള സ്ഥലമാണ്. വേഗം വാ കൃഷ്ണ വാ. ഗൈസ് ലുക്ക് അറ്റ് ദിസ്. ആ നമ്മള് നല്ല കാറ്റടിക്കുന്നു. അവിടെ പോവാൻ പറ്റില്ല ഗൈസ്. എവിടെ? ലുക്ക് അറ്റ് ദിസ്. നമ്മളിതാ വെളിയിൽ വന്നിരിക്കുന്നു. നല്ല വ്യൂ അല്ലേ ജിന്നു? എനിക്ക് തോന്നുന്നു ഇതെല്ലാം വില്ലയാന്ന് തോന്നുന്നു. ഇവിടെ കുറെ ബോട്ടൊക്കെ ഉണ്ട്. ഇതാണ് സീൻ്റെ വ്യൂ. ഇവിടെ എന്തോ വെള്ളം പോകുന്നുണ്ട്. ഇതാണ് ബാക്ക് ഷിപ്പിന്റെ വ്യൂ. ഗൈസ് നമ്മളിതാ കഴിഞ്ഞ വ്യൂ ഒക്കെ കണ്ടു. ഭയങ്കര ചൂടാണ്. എന്തുവാ? ആ വീട്ടിൽ പോവാം. ചിന്നു അവിടെ ഇല്ല. ചിന്നു മേലോട്ട് പോയി. മേലോട്ട് വീട്ടിൽ പോവാം നമുക്ക്. വാ. നമ്മൾക്ക് ഇവരെല്ലാം കഴിച്ചിട്ട് ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകാം. ഇനി ബാക്കി ചുറ്റലും കാര്യങ്ങളൊക്കെ ഇനി നാളെ ആക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ടു നമുക്കിനി അടുത്ത് നാളെ പോയി ബാക്കിയെല്ലാം ചുറ്റിക്കളയാം. ഇനി കുറേ സ്ഥലങ്ങളുണ്ട്. മറ്റേ ഷിപ്പിൻ്റെ ഫ്രണ്ട് ഭാഗം, മേലത്തെ ടെറസും അവിടെ എല്ലാം പോയി കറങ്ങാനുണ്ട്. അപ്പം നാളെ രാവിലെ നമുക്കതെല്ലാം ആക്കാം. എന്നിട്ട് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൂടി ഉണ്ട്. അതും ഞാൻ കാണിച്ചു തരാം. സ്റ്റേ ട്യൂൺ. നമ്മൾക്ക് ഇവരെല്ലാം കഴിച്ചിട്ട് ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകാം. ഇനി ബാക്കി ചുറ്റലും കാര്യങ്ങളൊക്കെ ഇനി നാളെ ആക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ടു നമുക്കിനി അടുത്ത് നാളെ പോയി ബാക്കിയെല്ലാം ചുറ്റിക്കളയാം. ഇനി കുറേ സ്ഥലങ്ങളുണ്ട്. മറ്റേ ഷിപ്പിൻ്റെ ഫ്രണ്ട് ഭാഗം, മേലത്തെ ടെറസും അവിടെ എല്ലാം പോയി കറങ്ങാനുണ്ട്. അപ്പം നാളെ രാവിലെ നമുക്കതെല്ലാം ആക്കാം. എന്നിട്ട് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൂടി ഉണ്ട്. അതും ഞാൻ കാണിച്ചു തരാം. സ്റ്റേ ട്യൂൺ. നമ്മളിതേ മൂന്നാമത്തെ പ്ലേറ്റ് ബിരിയാണി അടിക്കുവാണേ. മൂന്നാമത്തെ പ്ലേറ്റ് ബിരിയാണി. ആര് പറഞ്ഞു? അപ്പൊ അതിന് മുമ്പ് എന്താ കഴിച്ചു? സലാഡാണോ? ഫുൾ ഹെൽത്തിയാണ്. പപ്പടം. ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ഇതാണ് നമ്മൾ ആദ്യം വന്ന ഏരിയ. ഗൈസ് നമ്മളിന്ന് എടുത്ത ഫോട്ടോസ് എല്ലാം ഞാൻ വീഡിയോൻ്റെ എൻഡിലിടാം. ഗൈസ് നമ്മളിതാ വീട്ടിൽ പോയിട്ട് ഇനി
നമ്മളിനി വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യും ഗൈസ്? ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, നമ്മളിത് കണ്ടിട്ടില്ല. നമുക്ക് നോക്കിയിട്ട് വാ, ഇങ്ങോട്ട് വാ ഗൈസ്. നമ്മളിതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, ഇവർക്ക് പോകണ്ടാന്ന്. ഒരു 2 മിനിറ്റ് വീഡിയോ എടുത്തിട്ട് പോകാം. വീഡിയോ എടുത്ത് 2 മിനിറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ, വാ വാ വാ. നമുക്ക് 2 മിനിറ്റ് ഇവിടെ ഉള്ള എല്ലാ കാര്യം നോക്കി തിരിച്ചു പോവാം. കുഴപ്പമില്ല ഗൈസ്. നമ്മളിതാ എലിസബത്ത് ഒക്കെ യൂസ് ചെയ്ത പ്ലേറ്റ്, ബുക്സ്, എന്തൊക്കെ മാഗസീൻ, എല്ലാ കപ്പ് വരെയൊക്കെ ഉണ്ട്. ഇത് ക്ലോക്ക്, ഇതെന്തുവാ ഐൽസ് ഒക്കെ ആണെന്ന് തോന്നുന്നു. ഇതാണ് റെക്കോർഡ്സ്, അവിടെ മൂവി റെക്കോർഡ്സ് ആണെന്ന് തോന്നുന്നു. ഇതെന്തുവാ ചിനി? ഇതെന്തുവാ? ഈ കാണുന്ന സംഭവം എഞ്ചിനാന്ന് തോന്നുന്നു. അത് മറ്റേ പഴയ കാലത്തെ ഫോണാ. ഇത് ഫയറല്ല, ഇത് മറ്റേ ഷിപ്പിന് റെസ്ക്യൂ മിഷനൊക്കെ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ എന്തുവാ? മറ്റേ വോക്കി ടോക്കി ഇല്ലേ, ആ സാധനം. കുറേ സംഭവം ഉണ്ട്, എനിക്ക് എന്തോന്ന് അറിഞ്ഞത്. ഇത് ഇവിടെ ഒരു ക്യാപ്റ്റൻ്റെ ഉടുപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ക്യാപ്റ്റൻ. ഇവിടെ ഒരു ഫോട്ടോസ് ഒക്കെ ഉണ്ട്. എന്തോ ശരിയാ ചിന്നു താഴെയിടല്ലേ? അപ്പോൾ ഇതാണ് ക്യാപ്റ്റൻ, ഈ കപ്പൽ ഓടിച്ച ക്യാപ്റ്റനാണിത്. കുറേ ന്യൂസ് പേപ്പറും ഷിപ്പിനെ കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ ഉണ്ട്. ഇതില്ലേ മറ്റേ ഷിപ്പിൻ്റെ ഫുൾ മാപ്പാണത്. പിന്നെ ഇതെനിക്ക് എന്തുവാ സംഭവം എന്ന് അറിഞ്ഞൂടാ. എന്തുവാ ഇത്? ഓക്കെ, ഐ ഡോണ്ട് നോ. പിന്നെ ഇത് ഇതാ ഷിപ്പിന്റെ ഒരു ചെറിയ മോഡലാന്ന് തോന്നുന്നു. അതോ ഇത് എന്തുവാ, ബോട്ടല്ലേ ഇത്? ബോട്ടാ. ഈ കാണാൻ സംഭവം. എന്നിട്ട് ഇതാ ഇതെല്ലാം ഉണ്ട്. ഇതൊരു ബെൽ. ചിന്നു ഇങ്ങോട്ട് വന്ന് ഗൈസ്, കം ഹിയർ. ഇങ്ങോട്ട് വാ. ഇതുണ്ടാ ബെല്ലുണ്ടാ? ഇതേ ബെല്ലുണ്ടാ? ഇപ്പൊ ഇതിന്റെ നടക്ക് നമുക്കൊരു സംഭവം കാണാം. ഇതാ കപ്പൽ ട്രാവൽ ചെയ്ത മാപ്പാന്ന് തോന്നുന്നു. ഇതെന്തുവാ ഡ്രോറൊക്കെ? ഹായ്. ഇവിടെ കുറെ മാപ്പൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ നമുക്കിതൊന്നും നോക്കാൻ സമയമൊന്നും ഇല്ല. നമുക്ക് തിരിച്ച് വീട്ടിൽ പോകണം അല്ലേ? എന്നിട്ട് ഇതാ ഇവിടെ കുറെ ബുക്സും. പിന്നെ ഫൈനലി ഇതെനിക്ക് തോന്നുന്നു എൻ്റെ കോയിൻസ് ഒക്കെ ആണെന്ന് തോന്നുന്നു. ഗൈസ്, നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാം. താഴോട്ടോ. ഏതാ? നമ്മളുടെ വീട്ടിലൊക്കെ വന്നു അങ്ങോട്ട്. തുറക്കില്ലേ? വെയിറ്റ്, അവിടെ പോയിട്ട് തരാം. വേഗം ഓടിക്കോ. ആനാ ഗൈസ്, നമ്മളിതാ വീടെത്തിക്കുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കാർഡ് കീ. നമ്മളത് കാർഡായിട്ട് തുറക്കാനുള്ള കീ. എല്ലാവരും മടുപ്പില്ല, ടയർഡായിരിക്കുമല്ലേ നീ? ഡോർ നമ്പർ 3029. യെസ്. അപ്പം നമ്മൾ ബേസിക്കലി സ്പ്രിൻറ്റിങ് ആണ്. നമ്മൾ സ്പ്രിൻറ്റ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ക്യാമറ നല്ലോണം പിടിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. പക്ഷേ നമുക്ക് എങ്ങനെയും പോകാം. 3029. എന്നാ അമ്മ ഓപ്പൺ ചെയ്തോ. 921 പിടിച്ചോ, നശിപ്പിക്കില്ലേ? ഞങ്ങൾക്ക് അങ്ങനെ കാണും. ആണോ? ആ, നിങ്ങളുടെ ഫ്ലോർ ഡിഫറെൻ്റ് ആയിരുന്നു. അവസാനം റൂം എത്തി. നമ്മളിനി കുറച്ചു നേരം ഇങ്ങനെ ഇവരൊക്കെ ആയിട്ട് കളിച്ചിട്ട് നമുക്ക് ഇനി കിടന്നുറങ്ങാൻ പോകും. അപ്പോൾ ഗൈസ്, സീ യു ടുമോറോ. ഗുഡ് നൈറ്റ്.